ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ടെറസ് കയറിയപ്പോഴാണ് ചീര വിളവെടുക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ചായി വരുന്നേ ഉള്ളൂ. അതുപോലെ ഇത് മഞ്ഞളാണ്. മഞ്ഞൾ ഞാൻ ഗ്രോ ബാഗിലും വെച്ചിട്ടുണ്ട്, അല്ലാതെയും വെച്ചിട്ടുണ്ട്. അതായത് മഞ്ഞൾ ഇതിൻ്റെ ഇല ഉണങ്ങി വരും. ഇല ഉണങ്ങി ശരിക്കും അടി കാണാൻ പാകത്തിനാകുമ്പോൾ അടിയിൽ നിന്ന് വിത്ത് നമ്മുടെ മഞ്ഞൾ കാണാൻ പാകത്തിനാകുമ്പോഴാണ് ഇത് ഞാൻ വിളവെടുക്കാറ്. ഇതാണ് മഞ്ഞൾ. അതൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചീര വിളവെടുക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ് കേട്ടോ. ചീരയാണെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കരുത്. ഇതാണ് ചീര, ഇത് മുളകാണ്. ചീര നമുക്ക് ഏതാണ്ട് ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറുനാരകമാണ്. ചെറുനാരകത്തിൻ്റെ ചുവട്ടിൽ ഇതുമാതിരി ചീര വെച്ചിട്ടുണ്ട്. ചീര കുറേയൊക്കെ തന്നെ മുളക്കുന്ന കേട്ടോ. നമ്മൾ ആദ്യത്തെ തവണ മാത്രം എന്തെങ്കിലും വിത്ത് പോയാൽ മതി. പിന്നെ ഇതൊക്കെ കുറേ തന്നെ മുളക്കുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ്. അതിന് ഈ പൂ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് നുള്ളിക്കളയണം. പൂ നുള്ളിക്കളയണമെന്നല്ല. ഇതൊക്കെ പൂ നുള്ളി കളയാം. വേണമെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നിർത്താം. എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് നെല്ലിയാണ്. നെല്ലിയുടെ ചോട്ടിൽ ഇതുമാതിരി ചീര. നമ്മളതിന് വേണ്ടി പ്രത്യേക ഗ്രോ ബാഗൊന്നും കരുതണമെന്നില്ല. ഇതുപോലെ തന്നെ കുറേയൊക്കെ തന്നെ മുളക്കുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. മുന്തിരിപ്പേരാണ്. പിന്നെ ഇത് നമ്മുടെ പേര് പെട്ടെന്ന് കിട്ടാവുന്നല്ലോ. ബേറാപ്പിളാണ്. ബേറാപ്പിളിൻ്റെ റെഡാണ്. ഇത് ചുവന്ന ചീര കണ്ടോ, അത് തന്നെ മുളച്ച ചീരയാണ്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ കിളി പക്ഷികൾ വന്നിരുന്ന് കാഷ്ടിക്കുമ്പോൾ അങ്ങനെ മുളക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേയൊക്കെ ഇതുമാതിരി നമുക്ക് വിഷം കലരാത്ത നമുക്ക് ചീര നമുക്ക് കഴിക്കാവുന്നതാണ്. ലോങ്ങനാണ്. ലോങ്ങിൻ്റെ വീട്ടിലും തന്നെ മുളച്ചിട്ടുണ്ട് വരണം. ഇതൊക്കെ ഫ്രഷ് ചീരയാണ്. കസ്റ്റാർഡ് ആപ്പിളാണിത്. കസ്റ്റാർഡ് ആപ്പിളിൻ്റെ റെഡാണിത്. പൊള്ളില്ലാത്ത ഇല നമുക്ക് വേണമെങ്കിൽ കളയാം. കഴുകി വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ ഇലയൊക്കെ നമുക്ക് കളയാം. ബാക്കി നമുക്ക് എടുക്കാം. ഇത് വെണ്ട അല്ല, തക്കാളിയാണ്. തക്കാളിയുടെ ചുവട്ടിൽ ഇതിന് മുളച്ചുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ. നമ്മുടെ എന്താ ഇതിനെ പറയുന്നത്, ബറാബ പ്രൂൺ ചെയ്തതായിട്ടൊരു വീഡിയോ
ചേർന്ന് അതിൻ്റെ ഒരു കമ്പ് ഞാൻ ഇതിൽ കുഴിച്ചിട്ട് നോക്കിയിരിക്കണം. മുളക്കുമെന്നറിയാൻ പാടില്ല. ഇത് നമ്മുടെ ഇസ്രായേലത്തിയാണ്. ഇസ്രായേലത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഉണങ്ങിപ്പോവും. നമ്മൾ ഇത് ചെടി നശിച്ചു എന്നും പറഞ്ഞ് കളയരുത്. ഇതിപ്പോൾ ഉണങ്ങിയിട്ട് രണ്ടാമത് ഇല പിടിച്ചു വരണം. ഇസ്രായേലത്തിയാണ്. ഇവിടെ മൾബറി പാകിസ്ഥാൻ. ഉണ്ടോ? ഇതിൽ ചീര ധാരാളം മുളച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ? ഇതൊക്കെ ചീരയാണ്. നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇത് അബിയുമാണ്. അബിയുവിൻ്റെ വീട്ടിലാണ് ആ ചീര ഞാൻ കട്ട് ചെയ്തത്. ഇതിൽ മുളകുണ്ടായി കിടക്കുന്നുണ്ട്. പച്ചമുളകാണ്. ഇതൊക്കെ പച്ചമുളകാണ്. ഇതിൻ്റെ വീട്ടിൽ ഒരു ചീര വെച്ചിട്ടുണ്ട്. ചീര വെച്ചിരിക്കുന്നല്ല കേട്ടോ, ഇതൊക്കെ കുറേ തന്നെ മുളക്കുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ പൂ ഞാൻ അധികം മൂക്കാത്തതാണ്. പൂ ഇങ്ങനെ ഇപ്പോൾ കിള്ളി അതിൽ തന്നെ ഇടാറുണ്ട്. ഞാൻ അങ്ങനെ മുളക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ചീര കഴിഞ്ഞ ആഴ്ച വിളവെടുത്താണ്. ഇതിൻ്റെ പേരെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പെട്ടെന്ന് എനിക്ക് പേര് വായിൽ കിട്ടില്ല, അതുകൊണ്ടാണ്. പൊന്നാങ്കണ്ണി ചീരയാണത്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളവെടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്.